ഇന്ന് ഫസ്റ്റിൽ നോമ്പായതുകൊണ്ട് പത്തിരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ സാധാരണ ഇഡ്ഡലി, ദോശ, നൂലുപുട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ആദ്യത്തെ നോമ്പായതുകൊണ്ട് പത്തിരിയിൽ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ ലേശം ഉപ്പ് ഇട്ട് ഒരു 2-3 തുള്ളി വെളിച്ചെണ്ണയും കൂടെ ഇട്ടിച്ചിട്ടുണ്ട് കേട്ടോ, ഒന്ന് മയത്തിന് വേണ്ടിയിട്ട്. വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ ഇനി നമുക്കിതിൽ മാവിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. അതായത് ഇങ്ങനെ കുഴച്ചെടുക്കാം. അപ്പോൾ സാധാരണ പത്തിരിക്ക് മാവ് കാട്ടുമ്പോൾ തിളച്ച വെള്ളത്തിലോട്ട് മാവ് ഇടുകയാണ് കേട്ടോ ചെയ്യാം. ഇടിയപ്പത്തിന് നമ്മൾ നേരെ തിരിച്ചല്ല ചെയ്യാറ്, തിളച്ച വെള്ളം മാവിലോട്ട് ഒഴിച്ച് ഇളക്കുക. ഇത് ഗ്യാസ് ഒന്ന് സിമ്മാക്കി വെച്ചിട്ട് മാവ് അതിനകത്തിട്ട് മെല്ലെ മെല്ലെ ഒന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. അതൊന്ന് വെന്ത് വരുന്നവരെ അപ്പോൾ ഒന്ന് സെറ്റാക്കി എടുക്കാം. എണ്ണയും കൂടെ ഒഴിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ ഒന്നുകൂടെ മയമാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി അതൊന്ന് ടൈറ്റായി വരുന്നവരെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് ചേർത്ത് ഇളക്കിയെടുക്കുക. അപ്പോൾ മാവ് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി അത് ചൂടാറുന്നതിന് മുമ്പ് തന്നെ നമുക്കതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഗ്യാസിന് തൊട്ട് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഒന്ന് കുഴച്ചെടുക്കുന്നത്. അവിടെ നന്നായി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അവിടെ തന്നെ ഇട്ടൊന്ന് കുഴച്ചെടുക്കാനാണ് കേട്ടോ. ഇനി അതവിടെ ഒന്ന് തട്ടി കൊടുത്തിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ചൂടാറുന്നതിന് മുമ്പ് തന്നെ കുഴച്ചെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നല്ല ടൈറ്റായി പോകും. അങ്ങനെ കയ്യിൽ ലേശം വെളിച്ചെണ്ണയോ വെള്ളമൊക്കെ ചേർത്തിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഞാൻ വെളിച്ചെണ്ണയല്ല കേട്ടോ, വെള്ളമാണ് കയ്യിൽ തടവുന്നത്. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കഞ്ഞ പിന്നെ കുറേ പ്രാവശ്യം അങ്ങോട്ട് ഉരുട്ടിയെടുത്താൽ മാവ് നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ അതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത്രയും മതി കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഞാനതൊരു തട്ടിലോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇടയ്ക്ക് നമ്മൾ ഒത്തിരി മാവൊക്കെ ഉണ്ടെങ്കിൽ പരത്തി താമസമൊക്കെ ഉണ്ടെങ്കിൽ ഇടയിലൊന്നും കൂടെ കുഴച്ച് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോഴും ടൈറ്റ് ആകാതെ അങ്ങനെ ഇരിക്കും. ഇനി ഓരോ ഉരുളി എടുത്തിട്ട് ഞാൻ പരത്തി എടുക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ പത്തിരി പ്രസ്സൊന്നും ഉപയോഗിക്കാറില്ല, എനിക്കിതാണ് കൂടുതൽ എളുപ്പം. ഉരുള പിടിച്ചിട്ട് പരത്തിയെടുക്കും, അതിനൊപ്പം തന്നെ ചുട്ടെടുക്കും. അതാണ് എനിക്ക് എളുപ്പം. പിന്നെ ചില സമയങ്ങളിൽ മാത്രം ചിലപ്പോൾ പ്രസ് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. പിന്നെ പ്രസ് ഉപയോഗിച്ചാൽ എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ ഒന്നും കൂടെ പരത്തിയെടുക്കും. പിന്നെ ചിലവർ പ്രസ് ഉപയോഗിച്ച് അങ്ങനെ തന്നെ വലിയ വലിപ്പമില്ലാണ്ട് ചുട്ടെടുക്കും. ഞാൻ ഇത്തിരി വട്ടത്തിലാണ് കേട്ടോ പരത്തിയെടുക്കുക. അപ്പോൾ ഈ ഒരു ലെവലിൽ പരത്തിയെടുക്കും. പിന്നെ റൗണ്ട് ഷേപ്പ് എന്ന് വെച്ചാൽ കറക്റ്റ് എല്ലാം ഒരേ റൗണ്ട് ഷേപ്പിലൊന്നും വരില്ല, എന്നാലും ഇതാണ് എനിക്ക് എളുപ്പം. ഞാൻ ഇങ്ങനെയാണ് കൂടുതലും ചെയ്യാറ് കേട്ടോ. പ്രസ് ഉപയോഗിക്കുകയാണെങ്കിൽ എനിക്ക് എന്താ അത് വലിയ പാടായിട്ട് തോന്നും. അങ്ങനെ ഓരോ പത്തിരി ഞാൻ പരത്തി എടുക്കുന്നുണ്ട്. അപ്പം കല്ല് ചൂടായിട്ടുണ്ട്, അപ്പം ചുട്ടും എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പരത്തി പെട്ടെന്ന് കഴിയും, ചുടലായിരിക്കും വീണ്ടും താമസം എടുക്കുക. അപ്പോൾ കൂടുതൽ പത്തിരിയൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ ഞാൻ അപ്പുറത്ത് ഒരു പാനും കൂടെ വെച്ചിട്ട് രണ്ടിലും കൂടി ചുട്ടെടുക്കാറാണ് കേട്ടോ പതിവ്. ഇതിപ്പോൾ അത്രയൊന്നും വേണ്ടല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ പരത്തി പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഇന്ന് പരത്തി എടുക്കാം കേട്ടോ.
അപ്പോൾ ഏകദേശം എല്ലാം പരത്തി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലാം കഴിഞ്ഞില്ല, എന്നാലും കുറച്ചൊക്കെ പരത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് ഞാൻ ചൂടുന്നുമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പത്തിരി ചുട്ട് തുടങ്ങാം. അപ്പോൾ നല്ല ചൂടായ പാനിലോട്ട് പരത്തി വെച്ച പത്തിരി ഇട്ട് ചെറിയ ചെറിയ ബബിൾസ് വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ടാൽ മതി. അപ്പോൾ ഒറ്റ ബബിൾസിൽ അങ്ങോട്ട് വരും കേട്ടോ. തിരിച്ച് മറിച്ച് വിടാമെന്ന് പറഞ്ഞാൽ സമയമെടുക്കും. ഇതാകുമ്പോൾ വേവും ചെയ്യും, പെട്ടെന്ന് ബബിൾസും ആവും. പത്തിരിയുടെ അങ്ങനെ പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വാട്ടുന്നതിൽ എന്തെങ്കിലും കുഴപ്പമൊക്കെ വരുവാണെങ്കിൽ, അതായത് മാവ് കുഴച്ചെടുക്കണതിൽ എന്തെങ്കിലും കുഴപ്പം വരുവാണെങ്കിൽ പരത്തുമ്പോൾ സൈഡ് വിള്ളും പൊട്ടിപ്പോവും. ഇങ്ങനെ ബബിൾസായൊന്നും വരില്ല കേട്ടോ. പിന്നെ ഇടയ്ക്ക് വീഡിയോ എടുക്കുന്നതിനിടയിൽ ക്യാമറ ഒന്ന് താഴെ വീണാണ് കേട്ടോ. ഫോണൊന്ന് താഴെ വീണു. അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഞാൻ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പരത്തൽ വേഗം കഴിയും, ചുടലാണ് ഇത്തിരി പാട്. എന്താണെന്ന് വെച്ചാൽ ഓരോന്നും വെന്ത് വരണ്ടേ. അപ്പോൾ നോൺ സ്റ്റിക്കിൽ വരുന്ന പൊടിയൊന്ന് തട്ടിക്കളയണം കേട്ടോ. ഒരു തുണി വെച്ചോ അങ്ങനെ എന്തെങ്കിലും തട്ടിക്കളയണം, അല്ലെങ്കിൽ പെട്ടെന്ന് പത്തിരി കരിഞ്ഞു പോകും. ആ കരിഞ്ഞ കൂടി അങ്ങനെ നിൽക്കുമ്പോൾ പത്തിരി കരിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ തുണി എടുക്കാൻ മടിച്ചിട്ട് പാനെടുത്ത് ജസ്റ്റ് ഒന്ന് കൊട്ടി വിടുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പത്തിരി നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനുള്ള കറി എന്താണെന്ന് വെച്ചാൽ ഇന്ന് ചിക്കൻ കറിയും ചിക്കൻ വറുത്തതും തേങ്ങാപ്പാലും ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു 4:30 ആ ടൈമിലൊക്കെയാണ് കേട്ടോ ഞാനിത് പരത്താനും ചുടാനും ഒക്കെ ആയിട്ട് നിന്നത്. കണ്ടോ, ഫസ്റ്റിൽ നമ്മൾ പത്തിരി ഇട്ട് ചെറിയ ബബിൾസ് വരുമ്പോൾ തന്നെ തിരിച്ചിട്ടു എന്ന് വെച്ചാൽ ഇതുപോലെ ഒറ്റ ബബിൾസിൽ അങ്ങ് വരും. തിരിച്ചും മറിച്ചും ഇടാനെന്ന് പറഞ്ഞാൽ സമയമെടുക്കും. പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ബബിൾസിൽ വരുമില്ല കേട്ടോ. പത്തിരി ചുടുമ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ ബാക്കി പത്തിരി നമുക്ക് പെട്ടെന്ന് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നോമ്പിനുള്ള പത്തിരി പരിപാടി കഴിഞ്ഞു കേട്ടോ. എല്ലാം ഞാൻ ചുട്ടെടുത്തു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.